പത്രം, ആശുപത്രികൾ, ഒടിയൻ എന്നിവയെ നാളത്തെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കും. 2018 ഡിസംബർ മാസത്തിൽ വന്ന ഒരു വാർത്തയാണിത്. ഒരു ദേശീയ പാർട്ടിയുടെ ഹർത്താലിൽ നിന്നും ഒരു സിനിമയെ ഒഴിവാക്കിയ സംഭവം മലയാള ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വീണ്ടും അങ്ങനെയൊന്നും ഉണ്ടാകണമെങ്കിൽ അതിനും അയാൾ തന്നെ വിചാരിക്കണം. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ. കഴിഞ്ഞ 10 വർഷങ്ങളിലെ കേരള ബോക്സ് ഓഫീസ് മാത്രം എടുത്തു നോക്കിയാൽ മോഹൻലാൽ എന്ന താരത്തിന്റെ പവർ എന്താണെന്ന് മനസ്സിലാകും. 2013 ക്രിസ്മസ് സീസണിൽ ഒരു മോഹൻലാൽ ചിത്രം റിലീസ് ചെയ്തു. 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ജോർജ് കുട്ടിയും കുടുംബവും തൊടുപുഴയിൽ ധ്യാനത്തിന് പോയി വന്നപ്പോൾ അന്ന് വരെയുള്ള എല്ലാ റെക്കോർഡുകളും പഴങ്കഥയായി. ബുദ്ധിയുള്ളവർക്ക് പേപ്പർ വായിക്കണ്ട. തമിഴകത്തും ബോളിവുഡിലും മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള 50 കോടി ക്ലബിലേക്ക് മലയാള സിനിമയെ ദൃശ്യം കൈപിടിച്ചു കയറ്റി. അടുത്ത ഏതാനും വർഷങ്ങൾ മലയാള സിനിമയിലെ ചെറിയ വലിയ താരങ്ങൾ 50 കോടി ക്ലബിൽ ഇടം നേടുന്നതിന് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് മലയാളത്തിന്റെ ഹിറ്റ് കൂട്ടുകെട്ടായ പ്രിയദർശൻ മോഹൻലാൽ ടീം ഒരു ത്രില്ലർ സിനിമയുമായി എത്തുന്നത്. ഒരു അന്ധനായ കഥാപാത്രത്തിന്റെ അസാധാരണ കഴിവുകൾക്ക് മുന്നിൽ 50 കോടി എന്ന സംഖ്യ വീണ്ടും തോറ്റു. ആഗോളതലത്തിൽ ഒപ്പം എന്ന സിനിമ 60 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. എന്നാൽ അതൊരു സാമ്പിൾ മാത്രമായിരുന്നു എന്ന് മോഹൻലാൽ ആരാധകരോ സിനിമാ പ്രേമികളോ അറിഞ്ഞിരുന്നില്ല. ഒപ്പം പുറത്തിറങ്ങി ഒരു മാസം തികയും മുന്നേ മറ്റൊരു മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിലെത്തി. പുലിയൂരിലെ നരഭോജികളായ വരയൻ കടുവകളുടെ അന്ധകനാവാൻ അവതാരമെടുത്ത മുരുകൻ, പുലിമുരുകൻ. വൈശാഖിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സിനിമയുടെ ടീസറും ട്രെയിലറുകളിലെ ചില ഡയലോഗുകളുമെല്ലാം ഏറെ ട്രോളുകൾക്കിരയായിരുന്നു. എന്നാൽ റിലീസ് ചെയ്ത ആദ്യ ദിനങ്ങളിൽ തിയേറ്ററുകളിൽ ആ ഡയലോഗുകൾ കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല. അത്രത്തോളമായിരുന്നു കരഘോഷങ്ങൾ. ആരാധകർക്ക് പുറമെ കുടുംബങ്ങളും കുട്ടികളും ഒന്നടങ്കം മുരുകനെ ചേർത്ത് പിടിച്ചു. പുലിയെ കൊന്ന ശേഷമുള്ള മുരുകന്റെ ആ ഐക്കോണിക് പോസ് പോലും കുട്ടികൾ അനുകരിച്ചു. ആ അടുത്തെങ്ങും മലയാള സിനിമ കാണാത്ത വിധം പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറി. ആ ഇരച്ചു കയറ്റത്തിന് തടയിടാൻ നോട്ട് നിരോധനത്തിന് പോലും കഴിഞ്ഞില്ല. അങ്ങനെ മറ്റുള്ളവർ 50 കോടിക്കായി ഓടുമ്പോൾ മോഹൻലാൽ 100 കോടിയുമായി സ്ലോ മോഷനിൽ നടന്നു വന്നു. അടുത്ത 3 വർഷം പലരും മുരുകനെ തീർക്കാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ആ സമയമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരു മോഹൻലാൽ ചിത്രം എത്തുന്നത്. ഒരു കൊച്ചു ചിത്രം. മോഹൻലാലിനെ കാണാൻ താൻ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അതായിരിക്കും ലൂസിഫർ എന്നാണ് പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരും ഞങ്ങൾക്കും മോഹൻലാലിനെ ഇങ്ങനെ കാണാനാണ് ആഗ്രഹം എന്ന് ഏറ്റു പറഞ്ഞു. മലയാളത്തിന്റെ ദ എൽ ഫാക്ടർ തന്റെ മാസ് അവതാരം പുറത്തെടുത്തപ്പോൾ 100 കോടിയിലധികം കളക്ഷനാണ് വാരിക്കൂട്ടിയത്. അങ്ങനെ മോഹൻലാൽ ഒരിക്കൽ കൂടി തെളിയിച്ചു താൻ മലയാള സിനിമയുടെ ഒരേ ഒരു രാജാവാണെന്ന്. ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. പിന്നീട് വന്ന മോഹൻലാൽ സിനിമകൾക്ക് തിയേറ്ററുകളിൽ വലിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തിയേറ്ററുകളിൽ അത്ഭുതം സൃഷ്ടിക്കേണ്ടിയിരുന്ന ദൃശ്യം 2 OTT റിലീസ് ചെയ്തതും തിരിച്ചടിയായി. വമ്പൻ പ്രതീക്ഷയുമായി എത്തിയ മരക്കാർ, അറബിക്കടലിന്റെ സിംഹം ട്രോളുകൾ ഏറ്റുവാങ്ങി. ആറാട്ട്, മോൺസ്റ്റർ, എലോൺ എന്നീ സിനിമകൾ വലിയ പരാജയങ്ങളായി. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ലല്ലോ, കുതിക്കാനല്ലേ. 2023 ക്രിസ്മസ് റിലീസായി ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ നേര് എന്ന സിനിമ എത്തി. ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ആ സിനിമ കാണിച്ചു തന്നു. 8 ദിവസം കൊണ്ട് 50 കോടി ക്ലബിലും 25 ദിവസത്തിനുള്ളിൽ 100 കോടി ക്ലബിലും സിനിമ ഇടം നേടി. ഇനി മോഹൻലാലിന്റെ പുതിയ അവതാരത്തിന്റെ സമയമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുക്കുന്ന വാലിബന്റെ അവതാരത്തിന്റെ സമയം. മോഹൻലാലും ലിജോയും ഒന്നിക്കുമ്പോൾ സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയിലാണ്. അതിന്റെ തെളിവുകൾ സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രീ ബുക്കിംഗിൽ ഉൾപ്പെടെ വ്യക്തമാണ്. ഇൻഡസ്ട്രി ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ 1447 ഷോകളുടെ പ്രീ ബുക്കിംഗിൽ നിന്നായി 5 കോടി ഇതുവരെ നേടിക്കഴിഞ്ഞു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓവർസീസ് റിലീസും വാലിബനുണ്ട്. GCC രാജ്യങ്ങൾ കൂടാതെ തന്നെ വിദേശത്ത് 59 രാജ്യങ്ങളിലാണ് ചിത്രം എത്തുന്നത്. GCC കൂടി കൂട്ടിയാൽ എണ്ണം 65 ആകും. സിനിമയ്ക്കും മോഹൻലാലിനും ചില കോണുകളിൽ നിന്ന് ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഇത് വാലിബനെ ബാധിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം മോഹൻലാൽ പറഞ്ഞതുപോലെ അടുത്ത കാലത്ത് ഒരു മലയാള സിനിമയ്ക്കും ലഭിക്കാത്ത വിധം ഹൈപ്പോടെ തന്നെയാണ് വാലിബൻ റിലീസിനെത്തുന്നത്. ആ പ്രതീക്ഷകൾക്കൊപ്പം എത്താൻ വാലിബന് കഴിഞ്ഞാൽ കേരളം ഇതുവരെ കണ്ടതെല്ലാം പോയി.
ഇനി കാണപ്പോവത് നിജം.